ആടുജീവിതം എന്ന നോവൽ വർഷങ്ങൾക്ക് മുമ്പേ വായിച്ചിരുന്നുകൊണ്ട് അത് സിനിമയാക്കിയപ്പോൾ തുടക്കത്തിലെ കാണണം എന്ന ഒരു ജിജ്ഞാസ ഇല്ലായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമോഫോബിയ എന്ന വിമർശനം ഉയർന്നപ്പോൾ ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ ആദ്യ ഷോ തന്നെ കാണണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ആടുജീവിതം എന്ന സിനിമ ആരംഭിക്കുന്നത് അറേബ്യയിലെ ഭീകരമായ പൊടിക്കാറ്റിൻ്റെ ദൃശ്യത്തോടെയാണ്. തുടർന്ന് ആടിനെയും മനുഷ്യനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത സീനാണ് തുടർന്ന് കാണിക്കുന്നത്. സാധാരണ നടന്മാർ മനുഷ്യരെ തന്നെ വ്യത്യസ്ത വേഷങ്ങൾ എങ്ങനെ വളരെ മനോഹരമായിട്ട് ചെയ്യാം, നടിക്കാം എന്നാണ് ഇതുവരെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ആടുജീവിതം എന്ന സിനിമയിൽ ആടിന് തുല്യമായി മനുഷ്യൻ മാറുന്നത് എങ്ങനെ എന്ന് വളരെ മനോഹരമായി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു വളരെ മികച്ച ഒരു നടൻ്റെ കഴിവായിട്ട് തന്നെ പരിഗണിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സംവിധായകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലസ്സി വളരെ നല്ല രീതിയിൽ തന്നെ ഒരു മനുഷ്യൻ ആടായി മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മനസ്സിലാക്കി ചിത്രീകരിച്ചു തരുന്നുണ്ട്. എന്നാൽ മണൽക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് മുതൽ രക്ഷാപ്രവർത്തകരുടെ അടുത്തെത്തുന്നത് വരെയുള്ള ദൂരം അതിദൂരമായി പോയി. അതാണ് സിനിമയെ 2.25 മണിക്കൂറിൽ എത്തിച്ചത്. ഒരുപക്ഷെ അത് അല്പം കുറയ്ക്കാമായിരുന്നു, സിനിമ കുറച്ചുകൂടി മനോഹരമാക്കാമായിരുന്നു എന്ന അഭിപ്രായം കൂടി പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം ബെന്യാമിന്റെ നോവലിൽ ശ്രദ്ധേയമായ ഒരു രംഗമുണ്ട്. കുറെ കാലത്തിന് ശേഷം അവരുടെ ഇടയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ അറബി അല്ലെങ്കിൽ നജീബും ആ കഫീലും എല്ലാം മറന്നുകൊണ്ട്, ഒരു അടിമയും ഉടമയും എന്ന ബന്ധം പോലും മറന്നുകൊണ്ട് നജീബിനെ തന്റെ ടെന്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും തന്നോടൊപ്പം ഇരുത്തുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അവിടെ അടിമയും ഉടമയും എന്നുള്ളതിന് ഉപരിയായിട്ട് എല്ലാവരും മനുഷ്യരെന്നുള്ള ആ ഒരു രംഗം, മനുഷ്യർക്ക് എന്തെങ്കിലും വേദന വന്നെങ്കിൽ ഏത് മനുഷ്യനായാലും ചെറുതായാലും വലുതായാലും ഒരു ദുരന്തമുണ്ടായാൽ എങ്ങനെയായിരിക്കും അവർ പെരുമാറുക എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള നോവലിൻ്റെ രംഗമായിരുന്നു അത്. അത് ഇവിടെ ബ്ലസ്സി ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനി എഡിറ്റിംഗ് ടേബിളിലേക്ക് വന്നപ്പോൾ ഒഴിവാക്കിയതാണോ എന്നും അറിയില്ല. കാരണം അത്രത്തോളം സിനിമയുടെ നീളം കുറയ്ക്കാൻ വേണ്ടി ഒരു പക്ഷേ ചെയ്തായിരിക്കും. എന്തായാലും അതിമനോഹരമായൊരു രംഗമാണ് ഇതിലൂടെ ഒഴിവായത്. മറ്റൊരു പ്രധാന പ്രശ്നം ക്യാപ്ഷനിൽ സൂചിപ്പിച്ച പോലെ ഇസ്ലാമോഫോബിയ ഉണ്ടോ എന്നുള്ളതാണ്. അത് അക്കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. കാരണം ഈ ചിത്രത്തിൽ ഏതെങ്കിലും മതത്തെ പൂർണ്ണമായോ ഏതെങ്കിലും ദേശത്തെ അല്ലെങ്കിൽ വംശത്തെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇതിൽ പറയുന്നില്ല. നജീബിന്റെ ആ ജീവിതാനുഭവങ്ങൾ മാത്രമാണ് വിവരിക്കുന്നത്. അത് വസ്തുതയുമാണ് എന്ന് കരുതി ഇപ്പോൾ അറബികളെ കുറിച്ചാണെങ്കിൽ അറബികൾ എല്ലാവരും അങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല. നല്ല രീതിയിൽ പെരുമാറുന്ന അറബികളുണ്ട്. മുസ്ലിങ്ങളെ കുറിച്ചാണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണെന്ന് കരുതുന്നില്ല. അതിന് പ്രധാന ഒരു തെളിവ് തന്നെ അതിൽ നജീബിനെയും മറ്റൊരാളെയും സഹായിക്കുന്നത്, സ്വന്തം ജീവൻ പണയം വെച്ച് പോലും സഹായിക്കുന്നത് മുസ്ലിമായിട്ടുള്ള സുഡാൻ വംശജനായിട്ടുള്ള ഇബ്രാഹിമാണ്. അദ്ദേഹം ഏകദേശം ഇവർ രക്ഷപ്പെടുന്നതിന്റെ അവസാനം വരെ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, നിയമത്തിന്റെ മുന്നിൽ അദ്ദേഹം കുറ്റവാളിയാണ്. ജയിലിൽ അദ്ദേഹത്തിന്റെ ചിത്രമൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ മനുഷ്യനാണ് സ്വന്തം ജീവൻ പണം വെച്ചുകൊണ്ട് വലിയൊരു മനുഷ്യത്വം അവിടെ ഇവർക്ക് മുന്നിൽ കാണിക്കുന്നു, ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസ്ലാമിനെ പൂർണ്ണമായിട്ടും അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെല്ലാം തന്നെ മോശക്കാരാണെന്ന രീതിയിൽ ചിത്രം നമ്മളോട് പറയുന്നില്ല. പിന്നെ മറ്റൊന്ന് അറബികളുടെ കാര്യത്തിന് ഈ വസ്തുത തന്നെ ഉണ്ട്. കാരണം ഇവരെ അവസാനം കാറിൽ കൊണ്ടെത്തിക്കുന്നത് നല്ലൊരു മനുഷ്യനായിട്ടുള്ള ഒരു അറബിയാണ്, സൗദി പൗരനാണ്. ഇദ്ദേഹത്തിന് സ്വന്തം നല്ല വിലപിടിപ്പുള്ള കാറിൽ ഈ വേഷത്തിൽ, നമ്മൾ സാധാരണ ഒരുപാട് കാലം കുളിക്കാതെ മുടി വെട്ടാതെ താടിയൊക്കെ നീട്ടിക്കൊണ്ടുള്ള ഒരു വേഷം, അത്രത്തോളം മനുഷ്യന് വൃത്തികേടെന്ന് തോന്നിക്കുന്ന ഒരു വേഷത്തിനെ സ്വന്തം കാറിലേക്ക് കയറ്റിയിരുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല പൃഥ്വിരാജിന്റെ കഥാപാത്രം വളരെ ഒതുങ്ങിക്കൂടിയിരിക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ കാറ് കേടായിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ അത് പിന്നീട് വൃത്തിയാക്കിക്കോളാം, നിനക്ക് കഴിയുന്ന രീതിയിൽ നിനക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടുന്ന രീതിയിൽ നീ ഇരുന്നോളാൻ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല പുതിയ കുപ്പി വെള്ളം പൊട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്രൂരത കാണിക്കുന്ന മനുഷ്യന്മാർ എല്ലാ മതത്തിലും ഉണ്ടാവും. ഏതൊരു നല്ല മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മതത്തിലുള്ള ആളുകളെല്ലാം തന്നെ നല്ലവരായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. അത് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ ആരോപണം. നല്ലത് ചീത്തയൊക്കെ തന്നെ അതാത് മതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് നല്ലതും ചീത്തയൊക്കെ, അത് വേറെ വിഷയം. എങ്കിൽ കൂടി എല്ലാ മതവിശ്വാസികളും ഇങ്ങനെ കരുതാം. പക്ഷേ ഒരു കാര്യം, എല്ലാ മതത്തിന്റെ പേരുകാരും തന്നെ ആ മതത്തിൽ ഉൾക്കൊള്ളുന്ന വിശ്വാസങ്ങളുടെ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കണമെന്നില്ല. പേരുകൊണ്ട് മാത്രം ചില മതത്തിൽ ഉണ്ട് എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. കാരണം തന്നെ അവർ ഇപ്പോൾ റഹ്മാനും റഹീമുമായിട്ടുള്ള അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള സ്വാഭാവികമായ സംശയം ഉണ്ടാവും. അപ്പോൾ ആ മതത്തിന്റെ പേരുകാരാണ്
വിശ്വാസികളാണ്, പക്ഷെ അവർ ഇത്തരം വിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ, നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ റിയാലിറ്റി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ ഇസ്ലാമോഫോബിയ ആരോപിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളൊക്കെ തന്നെ നമ്മുടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെ വളരെ സമൂഹത്തിൽ നന്നായിട്ട് പെരുമാറുന്നവരും നല്ല മനുഷ്യരാവണം എന്ന് വിശ്വസിക്കുന്നു, സ്വാഭാവികമാണ്. അതിൻ്റെ പേരിൽ ഒരു ഫോബിയ ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.